മഹീന്ദ്രയുടെ നിരയിലെ തുറുപ്പുചീട്ടെന്ന് വിളിക്കാവുന്ന മോഡലാണ് സ്കോർപിയോ. 2002 മുതൽ വിപണിയിലെത്തുന്ന എസ്യുവിക്ക് ഒരു തലമുറ മാറ്റം അണിയറയിൽ ഒരുങ്ങുകയാണ്. വിപണിയിൽ എത്തിയത് മുതൽ കാര്യമായ പരിഷ്കരണങ്ങളൊന്നും ലഭിക്കാതിരുന്ന വാഹനത്തിന് ഇത്രയും കാലം ശ്രേണിയുടെ മുൻപന്തിയിൽ എങ്ങനെ പിടിച്ചു നിൽക്കാനായെന്ന ആശ്ചര്യവും ഏവരിലുമുണ്ട്. അതുമാത്രമല്ല, മഹീന്ദ്രയുടെ നിരയിൽ നിന്ന് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന മോഡലുകളിൽ ഒന്നാണ് സ്കോർപിയോ എന്നതും ശ്രദ്ധേയമാണ്. ഇത്തവണ എത്തുമ്പോൾ അടിമുടി മാറ്റങ്ങളുമായി തന്നെയാകും പുതുതലമുറ മോഡലിൽ മഹീന്ദ്ര ഒരുക്കുക. എന്തായാലും മിഡ് സൈസ് എസ്യുവി ശ്രേണിയിലേക്ക് എത്തുമ്പോൾ കാര്യമായ മാറ്റങ്ങളും ഇക്കാലത്ത് അനിവാര്യമാകും. കാരണം ഹ്യുണ്ടായി ക്രെറ്റയും കിയ സെൽറ്റോസും അരങ്ങുവാഴുന്ന രംഗം വളരെയധികം പുരോഗമിച്ചു കഴിഞ്ഞു. സ്കോർപിയോയുടെ പുതുതലമുറ മോഡൽ ഈ വർഷം നിരവധി തവണ പരീക്ഷണയോട്ടത്തിന് വിധേയമായിട്ടുണ്ട്. എങ്കിലും പുറമോടി പൂർണ്ണമായി മറച്ചുവെച്ചതിനാൽ ഡിസൈനിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് കണ്ടെത്താനുമായിട്ടില്ല. പുതിയ രേഖകൾ പ്രകാരം മഹീന്ദ്ര സ്കോർപിയോ സ്റ്റിംഗ് എന്ന പേരിനായി മഹീന്ദ്ര അടുത്തിടെ ഒരു ട്രേഡ് മാർക്ക് അപേക്ഷ നൽകുകയുണ്ടായി. ഇത് എസ്യുവിയുടെ വരാനിരിക്കുന്ന മോഡലിനായി കമ്പനി മാറ്റിവെക്കുന്നതായാണ് സൂചന. മഹീന്ദ്ര ഈ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും 2021 മധ്യത്തോടെ മാത്രമേ എസ്യുവി വിപണിയിൽ എത്തുകയുള്ളൂ. വരാനിരിക്കുന്ന സ്കോർപിയോ സ്റ്റിംഗിനെ കുറിച്ച് പറയുമ്പോൾ എസ്യുവി അകത്തും പുറത്തും ഗണ്യമായി അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഹ്യുണ്ടായി ക്രെറ്റ, കിയ സെൽറ്റോസ് തുടങ്ങിയ എതിരാളികളുമായി കിടപിടിക്കാൻ ഉയർന്ന നിലവാരത്തിലേക്ക് മാർക്കറ്റ് മെറ്റീരിയലുകളാകും വാഹനത്തിൽ കമ്പനി ഉപയോഗിക്കുക. പുതുതലമുറ സ്കോർപിയോയ്ക്ക് കരുത്തു പകരുന്നത് 2 ലിറ്റർ ടർബോ പെട്രോളും 2 ലിറ്റർ ഡീസൽ എഞ്ചിനുമായിരിക്കും. ഇത് മാനുവൽ, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യും. നിലവിലെ സ്കോർപിയോയിൽ 2.2 ലിറ്റർ എംഹോക്ക് ഡീസൽ എഞ്ചിനാണ് ഇടം പിടിച്ചത്. ഇത് 140 bhp കരുത്തിൽ 320 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. ഈ യൂണിറ്റ് സ്റ്റാൻഡേർഡായി 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിലേക്ക് ജോഡിയാക്കിയിരിക്കുന്നു. 12.40 ലക്ഷം രൂപ മുതൽ 16.27 ലക്ഷം രൂപയാണ് മഹീന്ദ്ര സ്കോർപിയോയ്ക്കായി ഇപ്പോൾ മുടക്കേണ്ടത്. എന്നിരുന്നാലും തലമുറ മാറ്റത്തോടെ എസ്യുവിക്ക്, അതായത് സ്കോർപിയോ സ്റ്റിംഗിന് നിലവിലെ മോഡലിനേക്കാൾ ചെറിയ വില വർധനവ് സംഭവിക്കും.